എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ജൂതർ എന്തുകൊണ്ട് സമ്പന്നരായി എന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് കടന്നിരുന്നില്ല. രണ്ടാമത്തെ ഭാഗത്ത് അത് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂതർ എന്തുകൊണ്ട് സമ്പന്നരായി? സമ്പന്നത എന്നാൽ തുട്ടുണ്ടാക്കി എന്ന് മാത്രമല്ല, വിദ്യയിലെ സമ്പന്നത കൂടിയാണ്. വിദ്യാസമ്പന്നർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ലോകത്തിൽ ജൂതർ വെറും 2% ഉള്ളൂ. പക്ഷേ മൊത്തം നോബൽ സമ്മാനങ്ങളിൽ 20% അവർക്കാണ് കിട്ടിയത്. ഇതിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ 41% കിട്ടിയത് ഇവർക്കാണ്. അപ്പോൾ പിന്നെ ജൂതർ എന്തുകൊണ്ടാണ് ഇത്രയും സമ്പന്നരായതെന്ന് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? അതിനെപ്പറ്റി പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഈ ചോദ്യത്തിന് 100% ഉറപ്പുള്ള ഒരു ഉത്തരം അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഏകദേശം ശരിയാകാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഇവരെപ്പറ്റി മറ്റൊരു നെഗറ്റീവ് ലോകത്തിന് മുന്നിലുണ്ട്. ജൂതർ മറ്റെന്തിനേക്കാളും കൂടുതൽ പണത്തിനെ സ്നേഹിക്കുന്നു. അങ്ങനെയാണ് ലോകം കരുതുന്നത്. എങ്കിൽ പിന്നെ അതിനും ഒരു കാരണമുണ്ടാകുമല്ലോ. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ജൂതർ എന്തുകൊണ്ട് സമ്പന്നരായി? അവർ പണത്തെ അതിയായി സ്നേഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം. ഈ 2 കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഭൂമിയിലുള്ള അവകാശം ഏറ്റവും വലിയ അവകാശമായി ഇന്നും നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിലും പണ്ട് ഇതുപോലല്ല. ജനാധിപത്യം വന്ന കാലത്ത് പോലും നല്ലോണം ഭൂമിയുള്ളവർക്ക് മാത്രമേ വോട്ട് കൊടുത്തിരുന്നുള്ളൂ. 5-6 നൂറ്റാണ്ടുകൾ മുൻപുള്ള യൂറോപ്പിൽ ഭൂമിയുടെ ഈ റോൾ ഇതിലും ഗംഭീരമായിരുന്നു. ഭൂമി എത്രയും കൂടുതലുണ്ടോ അത്രയ്ക്കും അധികാരവും സമ്പത്തും ഉണ്ട് എന്നർത്ഥം. എന്നാൽ ജൂതരെ ഭൂമി സ്വന്തമാക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. നിയമം മൂലം തന്നെ അവരെ വിലക്കിയിരുന്നു. അതുപോലെ അന്നത്തെ വ്യാപാര രംഗങ്ങളിലും അവരെ അടുപ്പിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, പ്രൊഡക്ഷൻ രംഗത്ത്, അതായത് കരകൗശല രംഗത്ത്, മരപ്പണി, നെയ്ത്ത്, കൊല്ലപ്പണി, അങ്ങനെയുള്ള രംഗങ്ങൾ, അതായത് സ്കിൽഡായ പണിക്കാർ, ആ രംഗത്ത് അന്നൊക്കെ സ്കിൽഡായ പണിക്കാർ ഒരു സ്ഥലത്തിരുന്ന് ഒരുമിച്ച് സാധനങ്ങൾ ഉണ്ടാക്കും. ആ സ്ഥലത്തെ ഗിൽഡുകൾ എന്നാണ് പറയുക. ഈ ഗിൽഡിൽ ജൂതരടുപ്പിക്കില്ല. എന്താണ് ഇവർക്ക് ഈ നിരോധനം? അതിൻ്റെ പിന്നിൽ മതകഥകളാണ്. മധ്യകാല യൂറോപ്പിൽ ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷം. അവരാണ് ലോകം മുഴുവൻ ഭരിക്കുന്നത്, അല്ലെങ്കിൽ യൂറോപ്പ് മുഴുവൻ ഭരിക്കുന്നത്. ജൂതന്മാരോ വളരെ ന്യൂനപക്ഷവും. ക്രിസ്ത്യാനികളുടെ രക്ഷകനായ ജീസസിനെ കൊല്ലാൻ ഇടയാക്കിയവരും അത് കണ്ട് കൈയടിച്ചവരും ജൂതരാണ്. അതായിരുന്നു മതകഥ. അതിൻ്റെ പകയായിരുന്നു പിന്നീട് കണ്ടത്. ക്രിസ്തുമതത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ചില ക്രിസ്ത്യൻ ദൈവശാസ്ത്രജ്ഞർ ജൂതന്മാരെ പറ്റി ജീസസിനെ കൊന്നവർ എന്ന് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ 13-ാം നൂറ്റാണ്ട് ആയപ്പോഴാണ് ഇത് ചർച്ചിൻ്റെ, പള്ളിയുടെ ഔദ്യോഗിക നിലപാടായിട്ട് മാറുന്നത്. ജൂതന്മാർ ക്രിസ്തുവിനെ കൊന്നു, അതിനാൽ അവരെ ശപിച്ചു. ആര് ശപിച്ചു? അതിനാൽ അവരെ ദൈവം ശപിച്ചു. ഇനി അവർ ഒരിക്കലും ഭൂമിയുടെ ഉടമസ്ഥരാകരുത് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു. 1215 4-ാം ലാറ്ററൽ കൗൺസിൽ, അതിൽ പോപ്പ് ഇന്നസെൻ്റ് മൂന്നാമൻ പറയുന്നതായി കാണുന്നു. ജൂതന്മാർ ക്രിസ്തുവിൻ്റെ രക്തം അവരുടെയും അവരുടെ മക്കളുടെയും മേൽ തെളിച്ചു. അതിനാൽ അവർ ശാശ്വതമായി അടിമകളായിരിക്കണം. സെർവി കാമറെ നോസ്ട്രി, നമ്മുടെ അറയിലെ അടിമകൾ. ഇത് ഏറ്റവും വ്യക്തമായി പ്രഖ്യാപിച്ചത് 1434 കൗൺസിൽ ഓഫ് ബേസലാണ്. ജൂതന്മാർ ക്രിസ്ത്യാനികളുടെ മേൽ അധികാരം ഉപയോഗിക്കരുത്. അതിനാൽ അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥതയോ ഉദ്യോഗങ്ങളോ പാടില്ല. ഭൂമിയില്ലെങ്കിൽ പിന്നെ അധികാരമില്ല. എന്നും 4-ാം കടയായി അരികു പറ്റി ജീവിച്ചോളും എന്ന് ക്രിസ്ത്യാനികൾ ജൂതന്മാരെ പറ്റി കണക്ക് കൂട്ടി. അങ്ങനെ ജൂതർ പാർശ്വവൽക്കരിക്കപ്പെട്ടു, അരികിലേക്ക് തള്ളി മാറ്റപ്പെട്ടു. കൃഷിയിൽ നിന്നും വ്യവസായത്തിൽ നിന്നും കൈവേലകളിൽ നിന്നും പുറത്തായി എന്ന് കരുതിയാൽ ജീവിക്കണ്ടേ? ഏത് ജീവിയും അത് അതിജീവിക്കാനുള്ള വഴി നോക്കും. ആ വഴി രക്ഷപ്പെടുത്തുന്നതാണെങ്കിൽ, ഗുണമുള്ളതാണെങ്കിൽ ആ ജീവി അതിജീവിക്കും. കുറേ ജൂതർ പലിശ എന്ന വഴിയിലേക്ക് നീങ്ങി. എന്താ അവർ ആ വഴി പോയത് എന്ന് ചോദിച്ചാൽ, പലിശയ്ക്ക് പണം കൊടുക്കുന്നതിൽ നിന്ന് കത്തോലിക്ക സഭ അക്കാലത്ത് ക്രിസ്ത്യാനികളെ വിലക്കിയിരുന്നു. അക്കാലത്ത് അവർ പറഞ്ഞു അത് പാപമാണ്. പക്ഷേ നമ്മൾ എക്കണോമിക് സെക്ടറിലേക്ക് വന്നാൽ കടം വാങ്ങാതെ ഒരു സമൂഹത്തിനും പ്രവർത്തിക്കാൻ കഴിയില്ല. എന്തെങ്കിലും പുതുതായി ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യൻ വ്യാപാരിക്ക് മൂലധനം ആവശ്യമാണല്ലോ. പക്ഷേ ക്രിസ്ത്യൻ വിശ്വാസി അത് കൊടുക്കില്ല. കാരണം പാപം. ഇതിനേക്കാൾ പണത്തിന് ആവശ്യം ആർക്കാണ്? സ്ഥിരം യുദ്ധം ചെയ്ത് ജീവിച്ചിരുന്ന രാജാക്കന്മാർക്ക്.
അവർ യുദ്ധങ്ങൾക്കായി പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അതുപോലെ കർഷകർക്ക് വിള മോശമായാൽ അതിജീവിക്കാനും വായ്പകൾ ആവശ്യമാണ്. അതിനാൽ ഭരണാധികാരികൾ ജൂതന്മാരെ സമീപിച്ചു, കർഷകരും ജൂതന്മാരെ സമീപിച്ചു. അതുമാത്രമല്ല, അവരോട് പറഞ്ഞു, ഈ പങ്ക് പലിശയ്ക്ക് കൊടുത്ത് ജീവിക്കുക എന്നതാണ് നിങ്ങളുടെ ഈ സമൂഹത്തിലുള്ള പങ്ക്. അത് നിറവേറ്റാൻ അവർ നിർബന്ധിച്ചു. ഒഫീഷ്യലായ അനുമതി വരെ കൊടുക്കുകയും ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ ജൂതരില്ലാതെ സമ്പൽ വ്യവസ്ഥയില്ല എന്നായി മാറി. പക്ഷേ പലിശ അത് ഇരുതലയിലും മൂർച്ചയുള്ള ഒരു വാളാണ്. സാധാ വ്യക്തികൾക്ക് കൊടുത്തിരുന്ന കടങ്ങൾ പോലല്ല ഭരണാധികാരികൾക്ക് കൊടുത്തിരുന്ന കടങ്ങൾ. അവർ യുദ്ധാവശ്യത്തിന് വേണ്ടി കടം വാങ്ങുകയും പലിശയ്ക്ക് മേൽ പലിശ വന്ന് കടം കുമിഞ്ഞു കൂടുകയും ചെയ്തപ്പോൾ ജൂതരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും അവരെ നാട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ ഇത് 1290 സംഭവിച്ചതായി രേഖകളിൽ കാണുന്നു. സ്പെയിനിൽ 1492 കാണുന്നു. യൂറോപ്പിൽ ഉടനീളം ഇതേ രീതികൾ ആവർത്തിച്ചു. അതായത് കാര്യം നടക്കാനായി ജൂതന് വെൽക്കം ബോർഡ് വെച്ചു, കാര്യം നടന്നപ്പോൾ വെറുക്കപ്പെട്ടു. ഇത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ വിഷമവൃത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? എന്താണ് അതിജീവനത്തിൻ്റെ പുതിയ കോഡ്? നിങ്ങൾക്ക് ഭൂമിയുണ്ടെങ്കിൽ അത് ശത്രു പിടിച്ചെടുക്കും, നിങ്ങൾക്ക് വീടുണ്ടെങ്കിൽ അത് ശത്രു സ്വന്തമാക്കും. ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കേണ്ടി വരും. നാട് വിട്ടോടേണ്ടി വന്നാൽ എടുത്തുകൊണ്ട് ഓടാൻ പറ്റിയ നിക്ഷേപങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പാടുള്ളൂ. സ്വർണം പോലുള്ള എടുത്തുകൊണ്ടോടാൻ പറ്റുന്ന സമ്പത്ത്. പിന്നെ കണക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകണം, വ്യാപാരം ചെയ്യാനുള്ള കഴിവുണ്ടാകണം. ഇതൊക്കെയാണ് ജൂതരുടെ അതിജീവനത്തിന് സഹായിച്ചത്. തിരിച്ചൊന്ന് ചിന്തിക്കുക. ജൂതർക്ക് ഭൂമിയും വയലും ഉണ്ടായിരുന്നെങ്കിൽ അവർ മറ്റു സമൂഹങ്ങളെപ്പോലെ അവിടെ തന്നെ കെട്ടിക്കിടക്കുമായിരുന്നു. അവരുടെ കുട്ടികൾ വിദ്യ ആർജിക്കാതെ കൊയ്യാനും കെട്ടാനും നടക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഭൂമിയിൽ ഉടമസ്ഥാവകാശം കൊടുക്കാഞ്ഞത്, കൃഷി പോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട സമയം അറിവിന് വേണ്ടി ചെലവിട്ടത്, പലിശ പോലുള്ള പാപകർമ്മങ്ങളിലേക്ക് അവരെ തള്ളിവിട്ടത്, കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എല്ലാം ജൂതരെ സമ്പന്നരാക്കി മാറ്റി. ജീവിതേച്ഛയുടെ പ്രതിരോധം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഹാ വിജിഗീഷു പീഡനങ്ങൾക്കാമോ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ. ഇങ്ങനെ മറ്റുള്ളവർ വെറുക്കുകയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ജൂത സമൂഹങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ആരെയാണ്? അവരുടെ പലായനങ്ങളിൽ, അതായത് ഡയസ്പോറയിൽ ഉടനീളം ജൂത സമൂഹങ്ങളെ മാത്രം വിശ്വസിച്ചു. യൂറോപ്പിൽ അവർ ആംസ്റ്റർഡാം മുതൽ കോൺസ്റ്റാന്റിനോപ്പിൾ വരെ വ്യാപിച്ചു കിടന്ന കുടുംബ ബന്ധങ്ങളുടെ വിശ്വാസ ശൃംഖലകളാണ് നിർമ്മിച്ചത്. ജൂത സമൂഹത്തിനുള്ളിൽ വാക്കാണ് പ്രധാനം. എഴുത്തും ആധാരവും തുല്യം ചേർത്തതും സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടലുമല്ല. ഒറ്റ വാക്കിനെ വിശ്വസിച്ച് അവർ സാധനങ്ങളും പണങ്ങളും വിവരങ്ങളും കൈമാറി. വാക്ക് തെറ്റിച്ചാൽ ആ ഒറ്റ കാര്യം മതി സാമ്പത്തികമായി ബഹിഷ്കൃതനാകാൻ. കണക്കും കാര്യങ്ങളും കച്ചവടവുമാണ് പ്രധാനമെങ്കിൽ അവിടെ പിന്നെ ഏറ്റവും അനിവാര്യ ഘടകമാകുന്നു വിദ്യാഭ്യാസം. അതിനെ മതവുമായി അവർ ബന്ധിപ്പിച്ചു. പിന്നീട് ക്രിസ്ത്യാനികളും ഇത് തന്നെയാണ് അച്ചടി വിദ്യ കണ്ടുപിടിച്ചപ്പോൾ നടത്തിയത്. മതപുസ്തകം പഠിപ്പിക്കാനായി വിദ്യ പഠിപ്പിക്കുക. ജൂതർക്ക് അങ്ങനെ സാക്ഷരത നിർബന്ധമായി. ക്രിസ്ത്യാനികൾ അച്ചടി വിദ്യ കണ്ടുപിടിച്ചതിന് ശേഷമാണ് വിദ്യാഭ്യാസം വ്യാപകമാക്കി തുടങ്ങിയതെങ്കിൽ ജൂതന്മാരുടെ ആൺകുട്ടികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സാക്ഷരരായി. കേരളത്തിലെ മേനോന്മാർ എങ്ങനെ തലമുറകളായി സാക്ഷരരായി എന്ന കാര്യം ഇവിടെ നമ്മളൊന്ന് സ്മരിക്കുന്നത് നല്ലതാണ്. ജൂതന്മാരുടെ ഈ ഒരു രീതി പിന്നെ വിദ്യാഭ്യാസത്തിനുള്ളൊരു ഭ്രമമായി വികസിച്ചു, ഭ്രാന്തായി. അതാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അമേരിക്കയിൽ ഉന്നത ബിരുദങ്ങൾ നേടുന്നവരുടെ ഒരു ശരാശരി എടുത്താൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ജൂതന്മാരുടെ പ്രാതിനിധ്യം. അറിവാണ് പുതിയ കാലത്തിൻ്റെ വിഭവം. ഈ വിഭവത്തിൻ്റെ പ്രത്യേകത ഇത് പെട്രോളിയം പോലെയോ കൽക്കരി പോലെയോ അല്ല. എടുത്താൽ തീരില്ല, കൂടുകയേ ഉള്ളൂ. ചവിട്ടി താഴ്ത്തിയിടത്തു നിന്നും ചെന്താമര പോലെ വിരിഞ്ഞ ചരിത്രമാണ് ജൂതൻ്റേത്. അത് അറിവ് എന്ന വിഭവത്തിൻ്റെ ബലത്തിലാണ്. നിയമം, വൈദ്യശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എന്തിനേറെ പറയുന്നു, ജൂതൻ തൊട്ടാൽ ചരിത്രം പോലും വേറെ ലെവലിലാകുമെന്നല്ലേ യുവാൽ നോഹ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന പുസ്തകം തെളിയിച്ചത്? എല്ലാം അറിവിനെ അടിസ്ഥാനമാക്കിയുള്ള ജോലിയുടെ ആധുനിക രൂപങ്ങൾ. ഇനി ജൂതരുടെ മറ്റൊരു മതപരമായ കോൺസെപ്റ്റിനെ കുറിച്ച് പറയാം.
സഡാക്ക എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് ജൂതരെ ഒരു സാമ്പത്തിക ശക്തിയാക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്ഭവം 3500 കൊല്ലം മുമ്പാണെന്ന് മതപുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ജനത്തിലെ ദരിദ്രന് പണം കടം കൊടുക്കുമ്പോൾ നീ അവനോട് പലിശ ചോദിക്കരുത്. ആരാണ് നിന്റെ ജനം? അത് ഇസ്രായേലർ ആണ്, ജൂതന്മാർ. അവർ തമ്മിൽ കടം കൊടുക്കുമ്പോൾ പലിശ വാങ്ങരുത്. ആ നഷ്ടവും മുതലാക്കാവുന്ന രീതിയിൽ മറ്റ് ജനങ്ങളിൽ നിന്ന് വേണമെങ്കിൽ പലിശ വാങ്ങാം. ഷേക്സ്പിയറുടെ നാടകത്തിൽ ഷൈലോക്ക് എന്ന കഥാപാത്രത്തെ ജൂതനാക്കിയത് അതുകൊണ്ടാണ്. ജൂതരെ സംബന്ധിച്ചിടത്തോളം സെഡാക്ക എന്ന ആചാരം ഒരു ചാരിറ്റിയല്ല, മറിച്ച് അതൊരു കടമയായിരുന്നു, നീതിയുടെ കർത്തവ്യമായിരുന്നു. ഒരു ജൂതന് ഉണ്ടാകുന്ന സമ്പത്ത് അയാൾ വ്യക്തിപരമായി പൂട്ടിക്കെട്ടി വെക്കേണ്ടതല്ല, അത് ജൂത സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു ഒഴുക്കണം. അതിനാണ് പലിശരഹിത വായ്പാ ഫണ്ടുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത്. ഒരു സഹജൂതൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അപകട സാധ്യതകൾ കണ്ടാൽ അത് ഏറ്റെടുക്കാൻ സെഡേക്ക എന്ന വിശ്വാസം സഹായിച്ചു. പലിശരഹിത വായ്പ അത്തരം ആളുകൾക്കാണ് ലഭിച്ചത്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ സെഡേക്ക, കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാൻ സെഡേക്ക. സത്യത്തിൽ അതാണ് ഇന്നത്തെ മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങളുടെ ആദ്യ രൂപങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ജൂതർ ഇത്രയും സമ്പന്നരായത് എന്ന് ചെറുതായി നമുക്ക് മനസ്സിലായല്ലോ. എന്നാൽ എല്ലാ ജൂതരും സമ്പന്നരാണോ? ജൂത സമൂഹങ്ങളിൽ ദാരിദ്ര്യമുള്ളവരും കഷ്ടപ്പാടുള്ളവരും ഉണ്ട്, പക്ഷേ പെർസെൻറ്റേജ് കുറവാണ്. ഇത്രമാത്രം ചവിട്ടിത്താഴ്ത്തപ്പെട്ടിട്ടും കല്ലെറിയപ്പെട്ടിട്ടും ഗ്യാസ് ചേമ്പറുകളിലിട്ട് പുകച്ചിട്ടും ജൂതൻ്റെ തല പർവ്വതത്തെക്കാൾ ഉയർന്നു തന്നെ നിൽക്കുന്നു. നന്ദി, നമസ്കാരം.